കുടുംബ ജീവിതത്തിനകത്തിലെ പ്രതിസന്ധികൾ വാർത്തകളിൽ നിറയുകയും അവരുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും വാർത്തകളാക്കി ആ വാർത്തകൾ കണ്ട് സന്തോഷിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തിൻ്റെ നടുവിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. എന്താ വചനം കുടുംബത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞത്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് വേണ്ടി ദൈവം തക്ക തുണയെ ഒരുക്കിക്കൊടുത്തു എന്ന് വചനം ശക്തിയോടെ വിളിച്ചു പറയുമ്പോൾ, പ്രിയ ദൈവവേദലേ, ഒരു പുരുഷന് ഒരു സ്ത്രീയെ ലഭിക്കുമ്പോഴും ഒരു സ്ത്രീക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പുരുഷനെ ലഭിക്കുമ്പോഴും വചനം വ്യക്തമായി വിളിച്ചു പറയുന്നത് ഇവർ രണ്ടുപേരും ചേരുമ്പോഴാണ് ഇവർ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരുന്നത്. മനുഷ്യൻ എപ്പോഴും ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് തന്നെ വചനം വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ ഇവർ രണ്ടുപേരും ചേരുമ്പോൾ അത് നല്ലതാണെന്നല്ലേ വചനത്തിൻ്റെ ആധികാരികമായ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കൈമാറി തരുന്നത്. അങ്ങനെയാണെങ്കിൽ കുടുംബം പണിയുന്നത് ദൈവമാണെന്ന് നീ പൂർണ്ണമായി വിശ്വസിക്കുന്ന സമയത്ത് ആ കർത്തൻ്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാനും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം കർത്തൻ്റെ സന്നിധിയിൽ കുടുംബ ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കാനും നീ തയ്യാറാകുന്നു എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല അനർത്ഥങ്ങളെ മാറ്റുവാൻ ആ നല്ല കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് ഞാൻ ഈ വചനത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ വചനത്തെ പറയുന്ന അതേ സമയം തന്നെ കുടുംബജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ഉണ്ടാകണം എന്ന് വചനം പറയുന്നു, ആ അനുഗ്രഹങ്ങൾ സകലതും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്നു, ആകാശത്തിലെ ഉറവകളെ തുറന്നും ആഴിയുടെ അധോഭാഗങ്ങളിലെ ഉറവകളെ തുറന്നും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി തീരാൻ കുടുംബമായി നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, തലമുറകളുമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, കുടുംബത്തിനകത്തിൽ വചനങ്ങളെ ഷെയർ ചെയ്യുക. അതേസമയം കുടുംബജീവിതത്തിനകത്തിലെ സകല പ്രതിസന്ധികളും ഒരുമിച്ച് ആ മതിൽക്കെട്ടിനകത്തിൽ തന്നെ തീർക്കുവാൻ ശ്രമിക്കുക. ആ മതിൽക്കെട്ടിനകത്തിൽ തന്നെ ഒരുമിച്ചിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്കുക. നിനക്കസാധ്യമായ കാര്യത്തെ കർത്താവ് സാധ്യമാക്കി തരുവാൻ ഇറങ്ങി വരും. മറിയയുടെ അടുക്കൽ ദൂത് പറയുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മറിയ അന്ന് കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത ആ സമയത്ത് ദൈവം പറയുന്നു, ഒരു കാര്യവും അസാധ്യമല്ലെന്ന്. കുടുംബമായി നിങ്ങൾ പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് ചുവട് വെക്കുന്നു എങ്കിൽ ആ കുടുംബത്തിനകത്തിൽ അസാധ്യമായത് ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. നിന്റെ മക്കളുടെ വിദ്യാഭ്യാസമാകട്ടെ, നിന്റെ ജീവിതയാത്രയിലെ മുമ്പോട്ടുള്ള പ്രതിസന്ധികളാകട്ടെ, അവയെല്ലാം കർത്താവ് ഏറ്റെടുത്ത് നടത്തും. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചലനത്തിന് കാരണമാകട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.